ലൈവിൽ ഭയങ്കരമായ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആരോ കൊണ്ടുവന്ന് ഉപ്പ് വാരിയിട്ടെന്നാണ് ഒനിൽ പറയുന്നത്. ഒനിൽ ഷെഫാണ്. ആ ഒനിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിനകത്താണ് ഉപ്പ് കൂടുതൽ വാരിയിട്ട്. അപ്പോൾ റിയാസിന് കൊടുക്കാനിരിക്കുന്ന ഭക്ഷണത്തിലാണ് ഉപ്പിട്ടിരിക്കുന്നത്. ആദിലയുടെ ഒനിൽ പറയുന്നുണ്ട്, നീ ഓണറുടെ മോളാന്ന് പറയുന്നില്ല, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ 18 പേരുടെ ആഹാരത്തിനകത്ത് ഉപ്പ് വാരി എറി, നീ ഒന്ന് ഇട്ട് കാണിക്കടി, നിനക്ക് ഇടാൻ ധൈര്യമുണ്ടോ, ഒന്ന് ഇട്ട് കാണിക്ക്. ഒന്നിൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. അപ്പോൾ അതിൽ ഉപ്പ് വാരി ഇടുന്നില്ല. അതുകൊണ്ട് അതിൽ മാറി ഇങ്ങനെ പോകുമ്പോൾ ഉടനെ ഒന്നിൽ പറയാണ്, അയ്യേ പേടിച്ച് തൂറി, നിനക്ക് ധൈര്യമില്ലടി, നിനക്ക് ഈ പ്രഹസനം മാത്രമേ ഉള്ളൂ, നിൻ്റെ ഈ ബഹളം മാത്രമേ ഉള്ളൂ, നീ ഓണറുടെ മകളാന്ന് പറഞ്ഞ് നീ എന്തുകൂടി ഇവിടെ ജാട കാണിക്കാൻ, നീ വെച്ച് വെക്കുന്ന ആഹാരത്തിനകത്ത് ഉപ്പ് വാരി ഇടുകൂടി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ 18 പേർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ആഹാരത്തിനകത്ത് നീ ഉപ്പിട്ട് കാണിയിരടി. പേടിച്ച് തൂറി എന്ന് പറഞ്ഞാൽ അതിലെ ഒന്നിൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, പോടി അവിടെ നിന്ന്, ഒന്ന് പോയടി അവിടെ നിന്ന്, നീ ആരാടി, നീ ഓണറുടെ മകളാണെന്ന് പറഞ്ഞിട്ട് നീ എന്തോടി ആഹാരത്തിനകത്ത് ഉപ്പ് വാരിയിടാനായിട്ട് നീ ആരാടി, നിനക്ക് ധൈര്യം ഉണ്ടോടി. ഷെഫിന് വീഴ്ച പറ്റിയെന്നും പറഞ്ഞിട്ട് ആര്യൻ ഒനിലിനായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒനിൽ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയാണ്, നിങ്ങൾക്ക് നാണമുണ്ടോ, നിങ്ങൾ ആഹാരത്തിനകത്ത് ഉപ്പ് വാരിയിടാൻ നിങ്ങളൊക്കെ ആരാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ട് 16 പേരുടെ ഭക്ഷണത്തിനകത്ത് ഇപ്പം ഉപ്പിട്ട് കാണീര്, ഓണറുടെ മകളാണെന്ന് പറഞ്ഞ് നീ നടക്കുന്നില്ലയോ, നിനക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വെല്ലുവിളിക്കുകയാണ് ഒനിൽ. സോറി റിയാസ് ബ്രോ, ഇത് ഷെഫിൻ്റെ ഒരു വീഴ്ചയാണെന്ന് പറഞ്ഞിട്ട് ആര്യൻ സംസാരിക്കുമ്പോൾ ഒനിൽ വന്ന് പറയണം, പോടാ ഡാ, ആ ഷെഫിൻ്റെ വീഴ്ച നിൻ്റെ വീട്ടിലകട്ടോടാ, നീ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒനിൽ ആര്യൻ്റെ നേരെ കയർക്കുകയാണ്. ഈ ഊളക്കളി നീ വേറെ വല്ലയിടത്തും പോയി കളിച്ചാൽ മതി കേട്ടോടാ, ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരല്ലേ നീ എന്തുവാടാ, എവിടാടാ ആഹാരത്തിനകത്ത് ഉപ്പ് കൂടുതൽ കിടക്കുന്നത്, ഷെഫിൻ്റെ വീഴ്ചയാണെന്നോ, നീ എന്തുവാടാ പറയുന്നതെന്നും പറഞ്ഞിട്ട് ഒനിൽ ഭയങ്കരമായിട്ട് കയർക്കുകയാണ്. എടുത്തു നോക്ക് ഉപ്പുണ്ടോയെന്ന്, എവിടെങ്കിലും വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും ഉപ്പ് കാണും, തരാൻ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഒനിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ്. ഇത്രയും ബഹളം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ അഭിലാഷ് വന്നിട്ട് അനുമോളെടുത്ത് കയർത്ത് സംസാരിക്കുകയാണ്. അനുമോൾ കിച്ചൺ ക്യാപ്റ്റനായിട്ട് എന്താ ഇതിനകത്ത് മറുപടിയൊന്നും പറയാനില്ല, എന്താ മിണ്ടാട്ടമില്ലാത്ത, എന്താ നീ കുനിഞ്ഞ് തന്നെ നിൽക്കുന്നത്, ഇതിന് മറുപടി പറയണം. നീ കിച്ചൺ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഴ്ച വരുത്തിയതിൻ്റെ കാര്യം എന്താ, ഇതിന് മറുപടി എന്താ അനുമോൾ പറയാത്തത്, അനുമോളെന്താ മിണ്ടാതെ നിൽക്കുന്നത്, ഇതിന് മറുപടി പറയണമെന്നാണ് പറയുന്നത്. എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഇപ്പോൾ കിച്ചണിൽ തന്നെ ഉണ്ട്. ഭയങ്കരമായ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഹാരത്തിനകത്ത് ഉപ്പ് വീണെന്നുള്ള പ്രശ്നം ഒന്നിൽ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളുമായിട്ടും അടിയിടുന്ന ഒരു വക്കിലെത്തിയിരിക്കുകയാണ്.